പിന്നെ റൂമിൽ പോയി വെക്കേറ്റ് ചെയ്യണം. സമയമായി 10-12 മണിയാകുമ്പോഴൊക്കെ ഇറങ്ങണം. അടുത്ത ആൾ ഗസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ജാമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയുണ്ടോ? ജാം പൊളിയാണ്, അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ജാമ്. ഇപ്പം പരിചയമുള്ള ആളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ കണ്ടോ, കട്ടിക്ക് സ്ട്രോബെറിയൊക്കെ കിടപ്പുണ്ട് കണ്ടോ. സ്ട്രോബെറി എടുക്കുന്നുണ്ടോ? അപ്പോൾ എടുക്കുക, ഇങ്ങനെ എടുക്കുക. പൊളി കേട്ടോ. പഠിക്ക്. കൊള്ളാൻ നോക്കുമ്പടി. സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ നിങ്ങൾ വട്ടവട വരണമെങ്കിൽ നോക്കി വാങ്ങണം കേട്ടോ. ജാമാനും സ്ട്രോബെറിയാണ് നോക്കി വാങ്ങണം. സ്ട്രോബെറിയുടെ രുചിയും എല്ലാം വ്യത്യാസമുണ്ട്. ജാമ് 2 ടേസ്റ്റ് ചെയ്തു, അതിനെക്കാട്ടി വ്യത്യാസം ഇതുണ്ട് കേട്ടോ. പൊളി. അപ്പോൾ നമ്മൾ തിരിക്കുകയാണ് റൂം വെക്കേറ്റ് ചെയ്ത്. അങ്ങനെ ഇവിടുത്തെ ഒരു ആഗ്രഹം പറഞ്ഞാൽ പിള്ളേർക്ക് സ്ട്രോബെറി ഫാം കാണണം, സ്ട്രോബെറി പറിക്കണമെന്നുണ്ട്. പക്ഷെ പറിക്കാൻ അവർ സമ്മതിക്കത്തില്ല കേട്ടോ. സീസൺ അല്ലാത്തതുകൊണ്ടാണ്. സ്ട്രോബെറി വാങ്ങണമെന്നുണ്ട്. അത് മതി, അവർക്കത് മതി. ഇനി നേരെ മൂന്നാറിലോട്ടാണ് പോകുന്നത്. വേണ്ട, ഈ സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് പോലെ ഇരിക്കും. നമ്മൾ നേരത്തെ ഒരു കടയിൽ കാണിച്ചു തന്നില്ല, അത് നീളത്തിനുള്ള സ്ട്രോബെറി കേട്ടോ. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഫ്രഷ് അവർ കഴുകി റെഡിയാക്കണം, നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പുളിപ്പില്ല, മധുരമുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ. മടി കൊള്ളാമോ? അച്ഛൻ തരും, ഇതാ വേറെ തരും. സൂപ്പറാ, കൊള്ളാമോ? അമ്പടി അക്കൈക്കോട് സ്ട്രോബെറി കൊള്ളാൻ നോക്ക്. ഇപ്പോൾ ശിവാൻ്റെ ആഗ്രഹം സ്ട്രോബെറി ഉള്ള സ്ഥലത്ത് പറിച്ച് കഴിക്കണമെന്ന്. അമ്പടി സ്ട്രോബെറി എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഓക്കെ, അങ്ങനെ സ്ട്രോബെറി കണ്ടു, വാങ്ങിച്ചു, ജാമ് വാങ്ങിച്ചു, ജാമ് കഴിച്ചു. നമ്മൾ തിരിക്കാൻ പോവുകയാണ്. വട്ടവടയും തിരിച്ചു. അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മൾ നേരെ മൂന്നാർക്ക് പോവുകയാണ്. വട്ടവട വരണം കേട്ടോ നിങ്ങൾ. മൂന്നാർ വരുമ്പോൾ വട്ടവട സ്റ്റേ ചെയ്ത് അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോവാം. നമ്മുടെ പയ്യൻ്റെ നമ്പറൊക്കെ കൊടുത്തേക്കാം. നല്ലൊരു ജേണി ആയിരിക്കും കേട്ടോ. എന്തായാലും നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് വട്ടവടയിലെത്തിയത്. അതുകൊണ്ട് നമുക്ക് നല്ലതായിട്ടോ, കാണാനും പറ്റി, നല്ല തണുപ്പ് ആസ്വദിക്കാൻ പറ്റി. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നേരെ മൂന്നാർ, അവിടെ നേരെ വീട്ടിലോട്ട്. അങ്ങനെ ഞങ്ങൾ വട്ടവടയിലെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് വട്ടവട എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ അതിർത്തി പ്രദേശം കടന്ന് നേരെ ടോപ്പ് സ്റ്റേഷനിലെത്തി. ടോപ്പ് സ്റ്റേഷനിലെത്തിയപ്പം പതിവ് പോലെ തന്നെ ബ്ലോക്ക് തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ നല്ല കോടമഞ്ഞ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരുപാട് ബ്ലോക്കായത്. അല്ലെങ്കിലും പൊതുവേ സീസൺ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്ക് പ്രതീക്ഷിക്കാം. നല്ല കോടമഞ്ഞായിരുന്നു കേട്ടോ. ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ് ആ ഒരു കോട നിറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വിശപ്പൊക്കെ എല്ലാവർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റും. എന്തായാലും ടോപ്പ് സ്റ്റേഷനിൽ എത്തണം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ബ്ലോക്കായ സ്ഥലത്തിന് ഒരു അമ്മ കുറച്ച് ഫ്രൂട്ട്സും ചോളമൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും വാങ്ങിച്ച് തൽക്കാലം വിശപ്പൊന്നും നടക്കാമെന്ന് കരുതി. കുഴപ്പമില്ല കേട്ടോ, അതുകൊണ്ട് ഫ്രഷ് ചോളമാണ്, പൊളിച്ച് വേവിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. പിന്നെ അത് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ട്, വെള്ളമുണ്ട്. ഇത് ഇവിടുത്തെ ലോക്കൽ ഫുഡ് നമ്മൾ നേരത്തെ വാങ്ങിച്ച് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ തൊട്ട് താഴെ വഴിയിൽ വരുമ്പോൾ തന്നെയാണ് ഈ ഒരു കട കേട്ടോ. നമുക്ക് എന്തായാലും ഇന്ന് മൂന്നാറത്തും വൈകുന്നേരം ഒന്നാമത് അതേ ബ്ലോക്ക് ഉണ്ട് കേട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ട്. ശിവന് ചോളം എവിടെ? ചോളം നല്ല വേവിച്ച ചോളം. എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ആ ടോപ്പിൽ നിന്ന് കഴിച്ചില്ല. ഇങ്ങോട്ടൊരു വല്ല ബ്രെഡ് ഓംലെറ്റ് അങ്ങനെ കഴിക്കാമെന്ന് ഇറങ്ങിയാണ്. അപ്പോൾ നല്ല ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്, നല്ല ഫോഗും ഉണ്ട്. അതുകൊണ്ട് അമ്മേരെ കടയിൽ നമ്മൾ ചോളം വാങ്ങിച്ച് 40 രൂപയാണ് ചോളത്തിന് വരുന്നത്. 40 അല്ല 50 രൂപയാണ് വേവിച്ച് ചോളം കേട്ടോ. നല്ലതാണ്. കുറച്ച് മുളക് പൊടി ഇട്ട് കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ്. മാങ്ങ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ശരി, അപ്പോൾ ഇത് ടോപ്പ് സ്റ്റേഷൻ്റെ തൊട്ട് താഴെ നമ്മൾ വട്ടവട പോകണ വഴിക്കാണ് അവർ ചോളം വിൽക്കുന്നത്. അമ്മേരെ വീട് അവിടെ അടുത്ത് തന്നെയാണ്. വേവിച്ചോളത്തിന് 50 രൂപയാണ്, മാങ്ങ 40 രൂപയാണ്. കൊള്ളാമോ? കൊള്ളാമോ? അങ്ങനത്തെ വിശന്നിരിക്കുമ്പം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ബെറ്റർ. കൊള്ളാം മാമി? മധുരം കേട്ടോ. ഈ സീസൺ സമയത്ത് നിങ്ങൾ മൂന്നാറ് മറ്റെവിടെയൊക്കെ പോകണമെങ്കിൽ കുറച്ച് ആഹാരം കരുതിക്കൊള്ളേ. ബ്ലോക്ക് എപ്പോഴാണ് വരണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബ്ലോക്കിൽ നിന്ന് ആഹാരം കഴിക്കാം. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കണം.
അമ്പാടി ഉറക്കമായിട്ടുണ്ട്. ശിവാനി എങ്ങനെയുണ്ട്? കൊള്ളാം മാമി, കൊള്ളാം മാമി. മാമിക്ക് നല്ല വിശം. നല്ല തിരക്ക് സമയം, കോടമഞ്ഞ്, ടോപ്പ് സ്റ്റേഷൻ, ഇതാ നല്ല ചൂട് ചോളം. അന്തസ്സാട്ടാ, സൂപ്പർ. ടോക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ കഴിക്കട്ടെ. പക്ഷേ നല്ല കോടമഞ്ഞൊക്കെ കൊണ്ട് അടിപൊളിയാവും. ഇഷ്ടംപോലെ സാധനങ്ങൾ, നാച്ചുറൽ സാധനം തിന്നാനുണ്ട്. നിന്ന് പതുക്കെ പതുക്കെ പോകും. അമ്പാടി ഓ ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെയാണ് ഉള്ളത് കേട്ടോ. ടോപ്പ് സ്റ്റേഷത്തിൽ ബ്ലോക്കുമായി, നല്ല ഫോഗുമായി ഓടിയേട്ടോ. എന്താ കഴിക്കാൻ വേണം? അവിടെ കടയുണ്ട്, അല്ലെങ്കിൽ അവിടെ കടയുണ്ട്. ഓ ബ്രെഡ് ഓംപ്ലേറ്റ്, ബ്രെഡ് ഓംപ്ലേറ്റ് കഴിക്കണം, ഇത് കഴിക്കണം. നമുക്ക് എന്തെങ്കിലും കഴിക്കാം കേട്ടോ. പിള്ളേർക്ക് മരുന്നൊക്കെ കഴിക്കാനുണ്ട്. അമ്പാടിക്ക് ഒന്നാമത്തേനും വയ്യ. ഞാൻ ശ്രദ്ധിച്ചു, പക്ഷേ താഴെ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫുഡൊന്നും കിട്ടുന്നില്ല. വട്ടവടയിൽ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് പ്രശ്നം. നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. അപ്പം ടോപ്പ് സ്റ്റേഷൻ അങ്ങോട്ടാണ് കേട്ടോ. എന്തായാലും ഇവിടെ എത്തിയപ്പോൾ ഉച്ചയാവാറോ, 1 മണിയാറാം. 3 കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. 3 കഴിച്ച് പിന്നെ എന്തായാലും ബ്ലോക്ക് ആയിരിക്കും. പിന്നെ കഴിച്ചിട്ട് പോയി ഞാൻ വിശപ്പറിയുന്നില്ലല്ലോ, ഒരുപാട് ഗുളിക കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ നല്ലൊരു ഊണ് കഴിച്ചിട്ട് പോകാം അല്ലേ, തിരിച്ചിറങ്ങാം. ഊണിന് കറിയൊക്കെ നോക്കട്ടെ. എന്താ നല്ല ചൂട് പറക്കുന്ന സാമ്പാറുണ്ട്, അതുപോലെ തന്നെ പുളിശ്ശേരി ഉണ്ട്, പിന്നെ നല്ല അടിപൊളി രസമുണ്ട് കേട്ടോ. ഇപ്പോൾ ഊണാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോഴേ വിശപ്പ് തുടങ്ങി. അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ 12:30 മണി എത്തിയപ്പോഴേ താഴെ എത്തുമ്പോൾ എന്തായാലും ഒരു 3-4 മണിയാവുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അതാ ചോറ് വരുന്നുണ്ട്, ചോറ്, പപ്പടം, തൊടുകറി എല്ലാം ഉണ്ട്. 4 ഊണേമ കറികളൊക്കെ ഇതാണ് കേട്ടോ. പപ്പടമുണ്ട്, ഒരു മുഴുക്കുണ്ട്, ഒരു എന്തോ കൂട്ടുണ്ട്, പിന്നെ അച്ചാറുണ്ട്. നമ്മളെ കഞ്ഞിയിലൂടെ കഴിക്കുന്ന പപ്പടം പോലെ ചുട്ട പപ്പടമാണ്. നമുക്ക് വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്ടാണ്. ചോറ് വരുന്നുണ്ട്, നമ്മുടെ കേരള റൈസാണ്. അതെ, താങ്ക് യു. നല്ല ചൂട് ചോറ്, തമിഴ്നാട് സ്റ്റൈൽ സാമ്പാറാണ്. അധികം എരിവൊന്നും കാണത്തില്ല. നല്ല ചൂടോടുകൂടി സാമ്പാർ കഴിക്കാം. പുളിശ്ശേരി ഇതാ ഇങ്ങനെ കഴിക്കുക. എല്ലാം പുളിശ്ശേരി അടിപൊളിയായിരിക്കും. രസം കഴിക്കണം. എൻ്റെ കൈ ജസ്റ്റ് ഒന്നും കേട്ടോ ഇന്നലെ, അതുകൊണ്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ എടുക്കാം. മീൻ ചാറ് കഴിക്കാം, കൊഞ്ചം തോന്നി. മീൻ ചാറാണ് അങ്ങനെ കഴിച്ചു പോട്ടെ. ഇപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലാണ്. ടോപ്പ് സ്റ്റേഷനിൽ ഈ ഡാനിയൽ റെസ്റ്റോറൻ്റ് എന്നാണ് കഴിച്ചിട്ട്. കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ല ഫുഡാണ്, നന്നായിട്ടുണ്ട്. വരുന്നവർക്ക് ഇവിടെ ഒന്ന് കഴിക്കാം. ഫുഡൊക്കെ കഴിച്ച് ഇനി തിരിഞ്ഞ് ഇനിയിപ്പം ടെൻഷനില്ല, വിശക്കത്തില്ലല്ലോ. ഊണ് കഴിച്ചിട്ട് താഴോട്ട് ഇറങ്ങും, പതുക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് എന്തായാലും ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ഈ ടെൻഷനില്ല. മരുന്നെല്ലാം കഴിച്ചു. അപ്പോൾ നമുക്ക് നേരെ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ നല്ല ക്ലൈമറ്റാണ്, അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. അപ്പം സീസൺ സമയത്ത് വരുന്നവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ടോപ്പ് സ്റ്റേഷനിൽ ആ തിരക്കൊക്കെ മാറി ഞങ്ങൾ നേരെ താഴോട്ടിറങ്ങിയപ്പോൾ അങ്ങനെ അധികം തിരക്ക് കണ്ടില്ല. ഇനിയിപ്പോൾ അടുത്തൊരു സ്പോട്ട് എത്തുമ്പോഴത്തേക്കായിരിക്കും ഇനി തിരക്കുണ്ടാവുക. അതായത് നമ്മൾ അടുത്ത സ്പോട്ടെന്ന് പറഞ്ഞാൽ ഇനി എക്കോ പോയിൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ കട്ടള ഡാമുണ്ട്. എക്കോ പോയിൻറ്റിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങണമെന്നുള്ള ഒരു ഐഡിയയിലാണ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരിടത്ത് ഇറങ്ങിയില്ല, കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെ തിരിച്ച് മൂന്നാറിലൂടെ യാത്ര ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തുനിന്നും അങ്ങനെ അധികം തിരക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം
എക്കോ പോയിൻ്റ് എത്താറായിട്ടുണ്ട്. ഓരോ സ്പോട്ട്, അതായത് ടൂറിസ്റ്റ് സ്പോട്ട് വരുമ്പോഴാണ് ഈ ഒരു തിരക്കുണ്ടാവുക. ഭക്ഷണം കഴിക്കാനും അതുപോലെ ചെറിയ റോഡായതുകൊണ്ട് തന്നെ വണ്ടികളെല്ലാം സൈഡിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഒരുപാട് തിരക്ക് വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്കോ പോയിൻ്റിൻ്റെ അടുത്തും മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്തൊക്കെയാണ് ഒരുപാട് കടകളൊക്കെ ഉള്ളത്. എന്ന് വെച്ചാൽ ആ ഭാഗത്ത് കുറച്ച് വീതിയുള്ള റോഡാണുള്ളത്. കടകളുള്ളത് കൊണ്ട് തന്നെ അധികം വണ്ടികളൊന്നും അങ്ങനെ അധികം പാർക്ക് ചെയ്യത്തില്ല. അങ്ങനെ ഈ ഒരു കടയിൽ കയറിയായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ച് പച്ചക്കറിയോ അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. നല്ല ഫ്രഷ് സാധനങ്ങളാണെങ്കിൽ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ കിട്ടാണ്ട് അങ്ങനെ അധികം വാങ്ങിച്ചിട്ടില്ല. ആ ഒരു കടയുടെ മുന്നിൽ 2 പട്ടിക്കുട്ടികളെ വെച്ചിട്ടുണ്ട്. വിൽക്കാനല്ല, അവരുടെ തന്നെ പട്ടിക്കുട്ടികളാണ്. ആ പട്ടിക്കുട്ടികൾ ഇങ്ങനെ ആൾക്കാരുടെ തിരക്കും കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് മാങ്ങയും പിന്നെ നമ്മുടെ പൈനാപ്പിളൊക്കെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പൈനാപ്പിൾ അത്യാവശ്യം നല്ല മധുരമുണ്ടായിരുന്നു. അതിലൂടെ മുളക് പൊടി കിട്ടപ്പം വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ എക്കോ പോയിന്റിൽ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 3-4 മണിയോട് അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് പറയണ്ടേ, നിങ്ങൾ പർച്ചേസ് ചെയ്യുന്തോറും സമയം എടുത്തുകൊണ്ടിരിക്കും. നമ്മൾ വീട്ടിലെത്താനും ഒരുപാട് ലേറ്റാവെന്ന് പറഞ്ഞു. പിന്നെ കുഴപ്പമില്ല, ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊന്നും അല്ല ഇവിടെ ഉള്ളത്. എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ്. അങ്ങനെ അമ്പാടിക്ക് നടക്കാൻ പറ്റാതായപ്പോൾ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് നടന്നു കേട്ടോ. അങ്ങനെ അമ്പാടി കുറച്ച് ഉറക്കക്ഷീണത്തിലാണ്, ഉറങ്ങിയാണ് വന്നത്. എൻ്റെ നിർബന്ധങ്ങളും കാര്യങ്ങളുണ്ട്. അങ്ങനെ പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നേരെ താഴോട്ടിറങ്ങി. അപ്പോൾ ഏകദേശം മാട്ടുപ്പെട്ടി ഡാം എത്താറായിട്ടുണ്ട്. അതിനുള്ള ആ ഒരു തിരക്കാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. മാട്ടുപ്പെട്ടി ഡാമിൽ സാധാരണ എപ്പോഴും ചെന്നാലും തിരക്ക് തന്നെയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ലൊരു തിരക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂന്നാർ ടൗണിലോട്ടുള്ള യാത്രയിൽ നേരത്തെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ആ ഒരു പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് തന്നെ തിരിച്ച് ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ പതുക്കെ മുന്നോട്ട് പോയി. ഏകദേശം മൂന്നാർ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 മണി കഴിയുമെന്നാണ് എൻ്റെ ഒരു ബലമായ ഒരു ഉറപ്പ് കേട്ടോ. അപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി എത്തിയിട്ടുണ്ട്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്തും കുറച്ച് കടകളുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് വളരെ വീതി കുറവാണ് കേട്ടോ. വലിയൊരു ബസ് വന്നാൽ തന്നെയാണ് ആ ഒരു ഡാമിൻ്റെ ആ പാലം നമുക്ക് ബ്ലോക്ക് ആവുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ബസ് ഈ പാലത്തിൽ കൂടെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് ബസ് കടന്നു പോകാനുള്ള വീതി മാത്രമേ ആ പാലത്തിനുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ആൾക്കാരും കൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ആവാനുള്ള ചാൻസ് കൊണ്ടാണ് എപ്പോഴും മാട്ടുപ്പെട്ടി ഡാം എത്തുമ്പോഴത്തേക്ക് ഇത്രയും മാത്രം ബ്ലോക്ക് നമുക്ക് കിട്ടുന്നത്. അതുപോലെ രാവിലെ, അത് ഏർലി മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്കൊക്കെ നമുക്ക് കൂടാതെ തന്നെ വട്ടവടയിലോട്ടോ അല്ലെങ്കിൽ ടോപ്പ് സ്റ്റേഷനിലൊക്കെ എത്താൻ പറ്റും. അപ്പോൾ രാവിലെ വരുമ്പോൾ അത്രയും വലിയൊരു ഉപകാരമുണ്ട്. മൂന്നാർ യാത്ര ചെയ്യുന്നവർ അതൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സ്റ്റേ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിരാവിലെ തന്നെ നമുക്ക് എക്കോ പോയിൻ്റോ അതുപോലെ തന്നെ ടോപ്പ് സ്റ്റേഷനിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഇറങ്ങി നമുക്ക് തിരിച്ച് വരുന്ന സമയത്ത് ഇതെല്ലാം കണ്ട് തിരിച്ച് വരാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ മറയൂരും കാന്തല്ലൂരും അങ്ങോട്ടൊക്കെ പോകുമ്പോഴും രാവിലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നേരെ മൂന്നാർ നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ 1-2 സാധനങ്ങൾ എടുക്കേണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു സാറിനെ ജസ്റ്റ് ഒന്ന് കാണാനുണ്ടായിരുന്നു. ഇവിടെ ഗസ്റ്റ് ഹൗസിൽ ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റും മറ്റു കാര്യങ്ങളൊക്കെ പോയി. അങ്ങനെ മൂന്നാറിനോട് ഇവിടെ പറഞ്ഞ് പോവുകയാണ്. നല്ലൊരു യാത്രയായിരുന്നു. ഇനി നമ്മൾ അടിമാലി വഴിയാണ് തിരിച്ചറിയുന്നത്. കുറച്ച് ചോക്ലേറ്റ് വാങ്ങിക്കണം. ചോക്ലേറ്റ് ഫാക്ടറിയൊക്കെ ആ ഭാഗത്താണ് ഉള്ളത്. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ടാണ്, തിരുവനന്തപുരത്തേക്കാണ്. ഒരുപാട് രാത്രിയാവും കേട്ടോ. വെളുപ്പിനാവും മിക്കവാറും എത്താൻ. പതുക്കെ പോവാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? അമ്പാടി ഹാപ്പി അല്ലേ? മൂന്നാർ ഇഷ്ടപ്പെട്ടാ? എല്ലാവരും ഓക്കെ അല്ലേ? സുജ ഓക്കെ അല്ലേ? ശിവാനി ഇഷ്ടപ്പെട്ടാ? മാമി എങ്ങനെയുണ്ട്? മാമി നമ്മുടെ വട്ടവട എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിക്കുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. മൂന്നാറിൽ ഞങ്ങൾ 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫീൽഡ് നിങ്ങൾക്ക് അറിയാമെന്നു, ഞാൻ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. എങ്കിലും മൂന്നാറിൽ എപ്പോഴും വന്നാലും അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് മടുക്കത്തില്ല കേട്ടോ. വീണ്ടും വരാൻ തോന്നുന്ന ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവാറുള്ളത്. എന്തായാലും ഞങ്ങൾക്ക് ഇത്രയും തവണ വന്നപ്പം മൂന്നാർ മടുത്തിട്ടില്ല കേട്ടോ. ഇനിയും വരണമെന്നാണ് അവരുടെ ആഗ്രഹം. നമ്മൾ ഇനിയും മൂന്നാറിൽ വരും കേട്ടോ. തിരിച്ചു പോകുന്ന അടിമാലി റൂട്ടിലാണ് കേട്ടോ. അടിമാലി റൂട്ടിൽ കുറച്ച് പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ബ്ലോക്ക് കാണില്ലെന്നാണ് പറഞ്ഞത്. വെച്ചാൽ നാളെ മുതൽ സ്കൂൾ പറയാറുണ്ട്, തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ ആനച്ചാൽ വഴിയാണ് പോകുന്നത്. മൂന്നാർ അടിമാലി റൂട്ടിൽ റോഡിൻ്റെ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. വീതി കൂട്ടാനുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോഡ് യാത്ര വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് റോഡ് പൊളിച്ചിട്ടിട്ടുണ്ട്. നല്ല വർക്കാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഹൈവേ ആണ്, നാഷണൽ ഹൈവേ ആണ്. അപ്പോൾ നമ്മുടെ ഗ്യാപ്പ് റോഡ് റെഡിയാക്കിയതിന് ശേഷം അവർ ഈ ഒരു റോഡ് റെഡിയാക്കി ഗ്യാപ്പ് റോഡിനോട് ചെന്ന് ചേർക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് മൂന്നാർ യാത്ര കുറച്ചും കൂടെ സുഗമമാവും. നമ്മൾ ആനച്ചാൽ വഴി പോകുന്നതുകൊണ്ട് തന്നെ പള്ളിവാസലിൽ നിന്ന് ഇതുപോലെ ലെഫ്റ്റ് തിരിഞ്ഞ് വേണം പോകാൻ വേണ്ടി.
വേണ്ടിയിട്ട് ഈ ഒരു ഹൈവേ കട്ട് ചെയ്തൊരു ബൈപ്പാസ് പോകുന്നുണ്ട്. അത് ആനച്ചാൽ വഴിയാണ് പോകുന്നത് കേട്ടോ. അത് നേരെ ഈ ഹൈവേ തന്നെയാണ് ചെന്ന് കയറുന്നത്. അതുവഴി നമുക്ക് നേരെ അടിമാലിക്ക് പോകാനുള്ള ഒരു പ്ലാനാണ്. ഇതുവഴി ഇറങ്ങുന്ന വേറെ ഒന്നുമില്ല, കുറച്ചും കൂടെ ഒരു സീനറിയൊക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറി അങ്ങനെയെല്ലാം ഈ ഒരു ആനച്ചാൽ ഭാഗത്താണുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് റിസോർട്ടും ആനച്ചാലാണ് ഉള്ളത്. അതായത് ഈ ഒരു ഭാഗത്ത് അങ്ങനെ അധികം തിരക്കൊന്നും കാണാറില്ല. എങ്കിലും സീസൺ സമയത്ത് എപ്പോഴും ഈ ഒരു റോഡ് തിരക്ക് തന്നെയാണ്. ഹൈവേയുടെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും അതുവഴിയായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ആനച്ചാലിൽ ഒരുപാട് കടകളും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ബസ് സർവീസെല്ലാം അടിമാലി മൂന്നാർ പോകുന്ന ബസ് സർവീസുകളെല്ലാം ആനച്ചാൽ വഴിയാണ് പള്ളിവാസലിൽ വന്ന് കയറുന്നത്. അതുകൊണ്ട് ഈ റോഡ് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു റോഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരുപാട് തേയിലത്തോട്ടങ്ങളുള്ളതുകൊണ്ട് തന്നെ നല്ല സീനറിയിൽ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഞങ്ങൾ മേൾഭാഗത്തുനിന്ന് ഫോട്ടോ എടുത്തില്ല, അപ്പോൾ ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ ഒരു പ്ലാനും കൂടെ ഉണ്ട്. ഞങ്ങൾ പള്ളിവാസൽ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ്, ഇതാ കണ്ടു നോക്കൂ. നിങ്ങൾ നമ്മൾ അടിമാലി പോകുമ്പോഴേ ആനച്ചാൽ വഴി ഇറങ്ങിയാൽ മതി. പള്ളിവാസലിൽ നിന്ന് നല്ലൊരു വ്യൂവിൽ ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഫോട്ടോ എടുക്കാനുണ്ട്. നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നിട്ടുള്ള ഫോട്ടോയൊന്നും എടുത്തില്ല. അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നുള്ള ഫോട്ടോ എടുക്കണം. നല്ല അടിപൊളി ആണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ വന്നാലേ സീനറിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ അത് മേളിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടിമാലി പോകുന്ന റൂട്ട് ആനച്ചാൽ വഴി പോകുമ്പോഴത്തേക്ക് ഈ ഭാഗത്ത്. അതുപോലെ തന്നെ ഇവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ ആളുണ്ട്, അതുപോലെ ഡ്രോൺ ഷൂട്ടൊക്കെ എടുക്കാനൊക്കെ ആളുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് നേരെ ആനച്ചാലിലോട്ടുള്ള യാത്രയിലാണ്. ആനച്ചാലെന്ന് പറഞ്ഞാൽ ചെറിയൊരു സിറ്റിയാണ് കേട്ടോ. സിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് റിസോർട്ടുകളുണ്ട്, അതുപോലെ തന്നെ അഡ്വഞ്ചർ പാർക്കുകളുണ്ട്, അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അടിമാലി ആനച്ചാൽ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റും. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് നിങ്ങളത് ചെയ്താൽ മതി. കഴിഞ്ഞ 2 തവണ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആനച്ചാലിലാണ് റൂം എടുത്തത്. ആദ്യ പ്രാവശ്യം വന്നപ്പോൾ മൂന്നാർ ടൗണിലാണ് റൂം എടുത്തത്. മൂന്നാർ ടൗണിനെക്കാട്ടിയും ആനച്ചാൽ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് റൂമിനൊക്കെ കുറച്ച് റെൻറ്റ് കുറവാണ്, ഒരുപാട് റെൻറ്റൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആനച്ചാലൊക്കെ കഴിഞ്ഞ് പോയപ്പോഴാണ് ഈ ഒരു ബലൂൺ കണ്ടു കേട്ടോ. അതായത് ഈ ബലൂൺ സഫാരി ബലൂണാണ്. ഇതിപ്പം മൂന്നാറിൽ പുതുതായിട്ട് തുടങ്ങിയാണ്. ഇതൊരു അഡ്വഞ്ചർ ഒരു ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. ഇതൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മൂന്നാറിൽ വന്നാലും പറ്റും. ഇതിന് ഏകദേശം ഒരു 2000-3000 രൂപ റേഞ്ച് അടുപ്പിച്ചുണ്ടെന്നാണ് തോന്നുന്നത് പെർ പേഴ്സൺ. ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോൾ എല്ലാ ആക്ടിവിറ്റീസിനും അത്യാവശ്യം റേറ്റ് കാണും. ഹോട്ടലുകളായിരുന്നാലും ഭക്ഷണമായിരുന്നാലും നല്ല റേറ്റുള്ള ഒരു ഏരിയ തന്നെയാണ് മൂന്നാർ. അങ്ങനെ ഞങ്ങൾ ആനച്ചാലൊക്കെ കഴിഞ്ഞ് നേരെ അടിമാലിയിലോട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഏകദേശം നേരിമംഗലമൊക്കെ എത്തുമ്പോൾ രാത്രിയാവുമെന്നാണ് എൻ്റെ ബലമായ സംശയം. അത്രമാത്രം താമസിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നാറിൻ്റെ കവാടമായ നേരിമംഗലം പാലത്തിലെത്തി. ഇപ്പം തന്നെ ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഈ ഒരു മൂന്നാർ യാത്ര വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. ഈ ഒരു യാത്ര നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നതിലും എനിക്ക് വളരെ ഒരു സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ട്രാവൽ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് ട്രാവൽ വ്ളോഗും ഫുഡ് വ്ളോഗൊക്കെ വരുന്നുണ്ട്. ഈ ഒരു മൂന്നാർ സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ഉണ്ട് കേട്ടോ.